എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുണിനെ മുറി കയറ്റാതെ രേഖ നിൽക്കുവാണ്. ഈ സമയത്താണ് ഗോവിന്ദൻ ഗീതും കൂടെ അങ്ങോട്ട് വന്നേ. പെട്ടെന്ന് ഗോവിന്ദിച്ച് എന്താ എന്താ കാര്യം ചോദിക്കാം. അത് പിന്നെ ഗോവിന്ദേട്ടാ എന്നെ മുറിയിലേക്ക് ഇവള് കയറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗീത ചോദിച്ചു, എന്താ രേഖച്ചി എന്ത് പറ്റി? രേഖച്ചി എന്താ വരണേട്ടൻ മുറി കയറ്റത്തെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോന്ന് പറയുവാണ്. ഗോവിന്ദ് പറഞ്ഞു, എന്താ നിങ്ങൾ രണ്ടും വഴക്കുണ്ടാക്കിയോ അതാണോന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേഖ പറഞ്ഞു, അതൊന്നും അല്ല കാര്യം. ദേ ഈ വരനായിട്ട് മുറി കയറി കിടന്നിട്ടുണ്ടെങ്കിലേ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു പേടിയുണ്ട്. എന്റെ ദേഹത്തേക്ക് കൈയും കാലും ഒക്കെ എടുത്തിടും വരനേട്ടൻ അത് പറയുകയും ചെയ്തു ഉറക്കത്തില്. അപ്പൊ പിന്നെ അത് ശരിയാവുമോ? എന്റെ കുഞ്ഞിനെ നോക്കേണ്ട കടമ എനിക്കില്ലേ? ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് കൺമണിയല്ലേ പറക്കാനായിട്ട് പോന്നേ. അപ്പൊ അതിനെ നോക്കേണ്ട ബാധ്യത എനിക്കില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ചെയ്യാം, അവൻ ഒരു ബെഡ്ഷീറ്റും തലവണയും എടുത്ത് കൊടുത്താൽ മാത്രം മതി, അവൻ വേറെ എവിടെയും കിടന്നോളും എന്ന് പറയണം. എടാ നീ അവളുടെ അടുത്തേക്ക് കിടക്കാനൊന്നും പോയേക്കില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. വരുണിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നീ വാ ഗീത് എന്ന് പറഞ്ഞിട്ട് ഗീതിന്റെ കൈ പിടിച്ചങ്ങ് നടക്കുമ്പോഴത്തേനും വരും പെട്ടെന്ന് പറഞ്ഞു, അതെ നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. നീ എന്റെ അമ്മയ്ക്ക് ഇത് കലക്കി കൊടുക്കൂല്ലേ? അമ്മയാണെങ്കിൽ ഇപ്പൊ ഛർദിയും വയറ്റിലൊക്കെ ആയിട്ടാണ്ട് മുറിയിൽ കിടക്കാന്ന് പറയണം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വരണേട്ടാ, ഇനി നടക്കാൻ പോകുന്നുള്ളൂ, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറയണം. അപ്പോഴേക്കും ദേഹ അവിടെ കിടന്ന് അലറി വിളിച്ചു, അയ്യോ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് പറഞ്ഞ് തിരികെ അവര് വരുവാണ്. അത് പിന്നെ ഒന്നുമില്ല എന്ന് പറയണ. ശരി ശരി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അങ്ങോട്ട് പോയി. ഈ സമയത്ത് രേഖ വരൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോ, ഒരു ബെഡ്ഷീറ്റും തലേൻ്റെ എടുത്ത് തന്നാൽ മതിയെന്ന്. ഒരു കാര്യം ചെയ്യാം, അമ്മയോടൊപ്പം തൽക്കാലത്തേക്ക് മോൻ പോയി കിടന്നു. അമ്മ എന്താണെങ്കിലും ഇന്ന് കിടന്നു ഉറങ്ങുമെന്ന് തോന്നില്ല, കാരണം വാഷ്റൂമിൽ തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഉറക്കമോ നടക്കത്തില്ല. അതുകൊണ്ട് മോൻ അവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കഥ കൊണ്ട് വലിച്ചടക്കി വേണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു വരുണിന്. പിന്നീട് മുറിയിലേക്ക് വന്നതിന് ശേഷം ഗോവിന്ദ് ഗീതനോട് പറഞ്ഞു, അതെ ഒരു ബെഡ്ഷീറ്റും തലണിങ്ങ് തന്നേക്കാൻ പറയണം. എന്തിന്? ഞാൻ തറയെ കിടന്നോളാന്ന് പറയണം. എന്തിനാ തറയെ കിടക്കണേ ഇപ്പം? അത് പിന്നെ ഞാൻ എങ്ങാനും ഇനി കൈയും കാലും എടുത്തിട്ട് കുഞ്ഞിന്റെ മേത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലോ? കുഞ്ഞിന്റെ മേത്തോ? അല്ല അത് പിന്നെ ഗീതന്റെ മേത്തിട്ടാ പിന്നെ കുഞ്ഞിന് വല്ലതും സംഭവിച്ചാലോ? എങ്ങനെ സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോഴാരും തറയെ കിടക്കുന്നില്ലെന്ന് പറയാം. അത് വേണ്ട. രേഖ നോക്കിയതുണ്ടോ രേഖ എത്രമാത്രം താൻ അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞിന് എന്തൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതെ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിനെ ഗോവിന്ദൻ കൂടെ കിടക്കുന്ന ഇഷ്ടം അറിയാലോ. ഗോവിന്ദൻ അടുത്ത് കിടന്നില്ലെങ്കിലേ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബെഡേ കിടന്നാൽ മതി എന്ന് പറയാം. വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാം. ഇങ്ങനെ ഗീതു എന്ത് ചെയ്യുവാണ്, ആ പായും തലവണയൊക്കെ മേടിച്ച ബെഡിലേക്ക് തന്നെ വെക്കുവാണ്. എന്നിട്ട് ഇവിടെ എങ്ങാനും മര്യാദ കയറി കിടക്കാൻ പറയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് അവിടെ കയറി കിടക്കുമ്പോഴത്തേനും ഗീത വെച്ച് ഇതെന്താ എനിക്ക് എന്താ വല്ല അയിത്തം ഉണ്ടോന്ന് ചോദിക്കുക. അതെന്താ ഗോവിന്ദാണ് ഇത്ര ഗ്യാപ്പ് ഇട്ട് കിടക്കുന്നത്, ഇങ്ങോട്ട് അടുത്ത് വന്ന് കിടക്കാൻ പറയണം. വേണ്ട ഗീതു വേണ്ട, ശരിയാവത്തില്ലെന്ന് പറയണം. അതൊക്കെ ശരിയാവും, ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ആ കൈയിലേക്ക് ഗീത് തല വെക്കണം. ഇങ്ങനെ കിടക്കണം, എന്നാലും എന്റെ കുഞ്ഞിന് സന്തോഷമാവത്തുള്ളൂ. അല്ലാതെ ഗോവിന്ദൻ ഒരു 7 മൈൽ അപ്പുറം പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഉറക്കം വരത്തില്ല, എന്റെ കുഞ്ഞിനും ഉറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതനെ ചേർത്ത് പിടിക്കുകയാണ് ഗോവിന്ദ്. ആ സമയം അവർണികയുടെ വീടിന്റെ പുറത്തു വന്ന് നിൽക്കുവാണ് അജാസിനാണ് വല്ലാത്തൊരു വെപ്രാളോ. ഒരുപക്ഷെ അവർണിക ഇതിലിട്ട് ഉറങ്ങിയിട്ടില്ല, അവളുടെ മനസ്സ് നിറച്ചും ടെൻഷനായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു അവർണികയുടെ മനസ്സിൽ പകൽ നടന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തിനാ താൻ വെറുതെ അജാസിനെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അജാസുകാർക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നേ അവിടെ വെച്ച് അങ്ങനെയൊക്കെ. കാരണം രണ്ടുപേരും കൂടെ ഫംഗ്ഷന് പോയതാണ് ഗീതനും ഗോവിന്ദിന്റെ അടുത്തേക്ക്. പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല. കിഷോറിന്റെ അമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറയാനും പാടില്ലായിരുന്നു. ഫംഗ്ഷന് പോകണ്ടായിരുന്നു. പാവ അജാസൊക്കെ ബുദ്ധിമുട്ട് കാണും. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് അവനെ അങ്ങോട്ടും കൊണ്ട് കുറെ സമയം നടക്കുക. ഈ സമയത്താണ് അജാസ് ഓർത്ത്, ദൈവമേ അവൾ ഇതിലായിട്ട് ഉറങ്ങിയിട്ടില്ല. അവളുടെ മനസ്സ് പെട്ടെന്ന് വീണ്ടും ഡിപ്രഷൻ ആയെന്ന് തോന്നേ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ആ കിഷോറിന്റെ അമ്മയ്ക്ക് വന്ന് കണ്ട് പറയാൻ കണ്ട സമയം എന്തൊക്കെയാ അവർ വിളിച്ചു പറഞ്ഞത്. അവരുടെ ഒരു വിധത്തിൽ ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒന്നും ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല, തിരികെ പോകാനും പറ്റുന്നില്ല. അവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാൽ മാത്രമേ അജാസിന്റെ സമാധാനം വരത്തുള്ളൂ. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർണിക ഉറങ്ങുന്നോടം വരെ അവിടെ കാത്തിരിക്കും. അവർണിക ഉറങ്ങിയതിന് ശേഷമാണ് അജാസ് തിരികെ പോകാറുള്ളത്. ഇച്ചിരി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. അവനെ കിടന്നെന്ന് തോന്നേ എന്നോർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തോന്നി ഇനിയിപ്പം അവിടെ ഇനിയിപ്പോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുവോ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവളുടെ മാനസിക നില ആപ്പാടെ തകരാറിലായിരിക്കുക. അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. എന്ത് ചെയ്യുക, എന്തെടുക്കൊന്ന് പോയി നോക്കിയാലോ.
മതിൽ ചാടിക്കിടക്കുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചാടിക്കിടക്കാനായിട്ട് അവിടെ നിൽക്കുവാണ്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുമല്ലേ. അപ്പോഴേക്കാണ് വേറൊരാൾ അങ്ങോട്ട് വന്നേ. അയാൾ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ അജാസ് അവിടെ നിൽക്കുന്നുണ്ട്. സാറെന്ന് പറഞ്ഞിട്ട് അപ്പത്തന്നെ ഫോൺ എടുത്ത് വേറെ ആരെയോ വിളിക്കുന്നുണ്ട്. അത് ആരെയാണെന്ന് അറിയത്തില്ല. ഈ പറയുന്ന ഗോവിന്ദ് ആരെയും കാവലേൽപ്പിച്ചിട്ടുണ്ടോ അറിയത്തില്ല വീടിന്. അതോ ഇനിയിപ്പം അയാൾ മഫ്തി വന്ന പോലീസാണോ, എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. അതിനിപ്പോ അവർണയുടെ അച്ഛൻ റഹ്റാമ ആരെയും നിർത്തിയേക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല. അയാൾ ഫോൺ വിളിക്കുവാണ്. ഈ സമയത്ത് അജാസ് മതിൽ ചാടി കിടന്ന് നേരെ അവർണയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അങ്ങനെ അവർണയുടെ മുറിയുടെ പുറത്തു നിന്ന് അകത്തേക്ക് അജാസ് നോക്കുവാണ്. ആ സമയത്ത് അജാസ് അജാസ് അല്ല, അപർണയ്ക്ക് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് അപർണയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എന്നോട് ഞെട്ടി എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അജാസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അപർണിക തോക്കെടുത്ത് സ്വന്തം നെറ്റിയിലേക്ക് വെക്കുവാണ്. അയ്യോ, ഇപ്പൊ അവള് സ്വയം വെടിവെച്ച് മരിക്കൂലോ. ഇതേ അപർണിക വേണ്ടാന്ന് പറഞ്ഞ് ജനലിൽ കിടന്ന് മുട്ടുവാണ് അജാസ്. പക്ഷെങ്കിൽ അപർണ അത് കേൾക്കാൻ കൂട്ടാക്കില്ല. അപർണ സ്വയം ഷൂട്ട് ചെയ്യുവാണ്. പെട്ടെന്നാണ് അജാസ് ആ കാര്യം ഓർത്തെ. താൻ വെറുതെ നോക്കി നിൽക്കുന്നുള്ളൂ മാത്രം അപർണിക ഈ സമയം നല്ല ഉറക്കമാണ്. അവൾ എഴുന്നേറ്റിട്ടും കൂടെ ഇല്ല. ഓ, ഇത്ര സമയം തന്റെ മനസ്സിൽ വന്ന വെറും തോന്നൽ മാത്രമാണ്. അവൾ അങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊരു ഭയം മാത്രമാണ്, അല്ലാതെ വേറൊന്നുമില്ല. നോക്കി കഴിയുമ്പോഴത്തേനും അപർണിക എഴുന്നേറ്റിട്ട് പതുക്കിച്ചിട്ട് വെള്ളം എടുത്ത് കുടിക്കുവാണ് ജഗ്ഗിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും അജാസ് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന് കാറിൻ്റെ അടുത്തേക്ക് വന്ന് വീണ്ടും നിൽക്കുവാണ്. അങ്ങനെ നിന്നിങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനുമാണ് കോള് വരുന്ന. ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അപർണികയെ വിളിക്കുന്നത്. എന്താ പോലും ഈ സമയത്ത് വിളിക്കുന്നത്? കോൾ എടുത്ത് അജാസ്. പിന്നീട് അജാസിക്ക് ഉറങ്ങിയായിരുന്നു ചോദിക്കുക. ഇല്ല, എന്താ പറഞ്ഞു? അല്ല, ഞാനങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. കിഷോറിന്റെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാനങ്ങനെ ഒന്നും ഇക്കാട് പറയാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം. ഇതിനൊക്കെ എന്താ അപർണിക ഇങ്ങനെ പറയണ്ടേ? ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ കാര്യമൊന്നും ഇല്ലോ, വെറുതെ എന്തിനാ? എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം. സാരമില്ലക്ക, പോട്ടെ. അല്ല, ഗോൻസാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനേ ഇല്ലാത്തേനെ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് തിരക്കുണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ വരാൻ പറ്റാത്തതെന്നും പറഞ്ഞു. പിന്നെ സാറ് കൂടുതലൊന്നും പറഞ്ഞില്ലെന്ന് പറയണം. ആ സമയത്താണ് അജാസ് ആ കാഴ്ച കാണുന്നത്. അപർണയുടെ അച്ഛന് ആ സൈഡിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ വന്ന് വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് കൈ എഴുതുന്ന കാഴ്ച കാണും. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഉറങ്ങിയില്ലേ? റഹ്റാം ഉറങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ അജാസിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ലെന്ന്. കാരണം റഹ്റാം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആ സമയത്താണ് അജാസ് അറിഞ്ഞത്. അജാസിനെ അറിയത്തില്ലായിരുന്നു റഹ്റാം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ റഹ്റാം കണ്ടു ഒരു കാറ് വന്ന് നിൽക്കുന്ന പോകുന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് അജാസ് ഓടിക്കുന്ന വണ്ടിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് റഹ്റാം അകത്തേക്കും കൂടെ കയറി പോവാണ്. ഈ സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഗീതു നല്ല ഛർദിയാണ്. ഛർദി കാണാൻ ഗീതുവിന് ഒരു രക്ഷയില്ല. ഛർദിച്ചാണെങ്കിൽ ഊപ്പാട് തെറ്റിയിരിക്കേണ്ട സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. അപ്പം ഈ സമയം ഗീതുവിന് നല്ല ദേഷ്യം വന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേ? ഗോവിന്ദിന്റെ കൈ കുറെ പച്ചമാങ്ങ ഉണ്ടായിരുന്നു. ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, അതെ നല്ലതാ പച്ചമാങ്ങ, ഇപ്പൊ കഴിക്കാൻ പറ്റിയതെന്ന് പറയണം. മനുഷ്യനെ ഇവിടെ ഛർദിച്ചാണ് അവശരായിട്ടിരിക്കുക. പുറം തിരുമ്പി തരാൻ പോലും ഒരു മനുഷ്യന്മാരും പോലും ഇല്ല. അപ്പോഴാണ് പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ബെഡിലേക്ക് ആ പച്ചമാങ്ങ എല്ലാം ഇട്ടിട്ട് ഗോവിന്ദ് പോയി ഗീതുവിന്റെ പുറം തിരുമ്പി കൊടുക്കുവാണ്. എനിക്ക് പറ്റുന്നില്ല, ഛർദി ഞാൻ മടുത്തെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് വന്ന് ആ പച്ചമാങ്ങ എടുത്തിട്ട് പറഞ്ഞു, എന്നാ കഴിക്കുക, ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്ത സീസണിൽ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നാന്ന് പറയണം. മനുഷ്യനാണ് ഇവിടെ സമനില എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പച്ചമാങ്ങ എന്ന് പറഞ്ഞ് ഒറ്റ തട്ട് കൊടുത്തു. വരൻ ഈ സമയത്ത് അവളുടെ മുറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വരന്റെ മുന്നിലേക്ക് ഈ മാങ്ങ 2-3 ചെന്ന് വീഴുന്നേ. വരന് സന്തോഷമായി കാഴ്ച കണ്ടത്. അങ്ങനെ തന്നെ വേണം, അനുഭവിക്കട്ടെ ഇവളുമാരൊക്കെ, ഛർദ്ദിച്ച് കൊക്കി ഇവിടെ കിടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു വരന്റെ മനസ്സിൽ. പിന്നീട് വരൻ ആ മാങ്ങ 2-3 എടുത്തു. കൊള്ളാം, ഇനി മദ്യം കുടിക്കാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് സുഖമായിട്ട് ഈ മാങ്ങ കൂട്ടി മദ്യം അടിക്കാം. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് വരന് മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് ഗീതന്റെ അടുത്തേക്ക് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പച്ചമാങ്ങ വേണ്ടാന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോവാണ്. ഗീത ഈ സമയത്ത് നിലത്ത് കിടന്ന് മാങ്ങ എടുത്തു. മാങ്ങ തിന്നാൻ കൊതിയായി. മാങ്ങ കഴിച്ചേക്കാം എന്ന് കരുതിയിട്ട് മാങ്ങ പതുക്കെ തുടച്ചു പെറുക്കിയെടുത്ത് കടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗോവിന്ദ് ഇറങ്ങി വരുന്നത്. ഇത്ര പെട്ടെന്ന് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആഹാ, അപ്പൊ നീ ഇതായിരുന്നു പണിയില്ലേ, ഒളിച്ചും പാത്തും? അല്ല, അത് പിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. നീ മുമ്പ് എന്താ പറഞ്ഞ? എല്ലാ ഗർഭിണികൾക്കും ഒരേപോലെ ആയിരിക്കില്ല, ചിലർക്ക് പച്ചമാങ്ങ ആയിരിക്കും, ചിലർക്ക് പുളിയോടായിരിക്കും താല്പര്യം, അങ്ങനെയൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റിയും വേണ്ടാന്ന് പറഞ്ഞിട്ട്? അല്ല, അത് പിന്നെ ഞാൻ വേസ്റ്റ് ആക്കേണ്ടതെന്ന് കരുതി. എന്ത് വേസ്റ്റ് ആക്കേണ്ടെന്ന്? എന്നാലും സമ്മതിച്ചു തരില്ല കേട്ടോന്ന് പറയണം. നിന്റെ ട്രിക്ക് മനസ്സിലാക്കാണ്ടാ ഞാൻ കുളിക്കാനെന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങിയത്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാന്നുള്ള കാര്യം? ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, അതെ അത്രയ്ക്ക് പറയുമൊന്നും വേണ്ടാന്ന് പറയണം. ഒരു മാങ്ങ തിന്നോർത്തിപ്പോ എന്താ? അതാ എനിക്കും പറയാനുള്ളൂ, നീ മാങ്ങ കഴിച്ചോളാൻ പറയണം. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, നീ കടിക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ടെന്ന് പറയണം. അതിനിപ്പോ എന്താ? അല്ല, നീ പ്രഗ്നന്റ് അല്ലേ, അതുകൊണ്ടല്ലേ മാങ്ങ തിന്നേ? ഓഹോ, പ്രഗ്നന്റ് ആയവർക്ക് മാത്രമേ മാങ്ങ തിന്നാൻ പറ്റുള്ളൂ? അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും തിന്നാം.
എന്നാ ഗോവിന്ദനെ ഒരെണ്ണം കടിച്ചു തിന്നാൻ പറയണം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് ഒരെണ്ണം കൊടുക്കുക. ഗോവിന്ദ് അത് പിടിച്ച് കടിക്കുമ്പോഴത്തേനും പുളി കൊണ്ട് ഗോവിന്ദന് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.